ഓരോ മിനിറ്റിനും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നീ അനുഭവിക്കും. നമ്മുടെ കണ്ണീര് അയാളുടെ മേഖല അല്ലെങ്കിൽ ദീപകിൻ്റെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ മരിച്ചിരുന്ന സമയത്ത് നമ്മുടെ കണ്ണീര് ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും, ഓരോ സെക്കൻഡും അനുഭവിക്കും. നോക്കിക്കോളും. അത് ഞാൻ മാത്രമല്ല, ഈ ലോകത്തുള്ള കേരളത്തിലുള്ള ഒരുവിധം ആൾക്കാർ ജനങ്ങൾ മുഴുവനും ദീപത്തിന് സപ്പോർട്ടാണ്. അതെ, മറ്റുള്ള പെണ്ണുക്കും കൂടി അപമാനം പറ്റാൻ വേണ്ടി നശിച്ചിട്ടുണ്ട്. പോയി ചത്തൂറിൽ നിൽക്ക് ഇവിടെ ചിരിക്കാൻ വേണ്ടി വെറുതെ കൂടി പറയച്ച് പെണ്ണാ പെണ്ണുങ്ങളായാലും അന്തസ്സും അഭിമാനം അല്ലെങ്കിൽ ഒരു താഴ്മയൊക്കെ വേണോ? ഇതിനെന്ത് തേങ്ങ ഉള്ളത്? അവിടെ ഇനി പറ്റൂ, നിനക്ക് ഇനി പറ്റൂല. ഞാൻ വൃത്തിയോടെ പെണ്ണെ എത്ര കാര്യം വേറെ ഉണ്ട് റീച്ച് ചെയ്യാൻ. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ എന്തുണ്ടായി? അയാൾ മരിച്ചു, അയാളെ കൊന്നു. നിനക്ക് എന്ത് കിട്ടി? നിനക്ക് എന്ത് തേങ്ങ മുളക് കിട്ടിയത് പെണ്ണെ? എന്താ കിട്ടിയത്? ഈ കണ്ട ആൾക്കാരൊക്കെ പ്രാർത്ഥന കിട്ടില്ലേ? നമ്മുടെ കണ്ണീരിൻ്റെ വില നീ അറിയേണ്ടത്, അതിൻ്റെ കണ്ണീര് വരുന്ന ഓരോ കണ്ണുള്ളിയും അതിൻ്റെ വില പറയേണ്ടത്. അസ്സലാമു അലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മിമിക്സ്. ബിബി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രത്യേക വിഷയം, ആ ഒരു വിഷയത്തെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലോങ് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇപ്പോൾ ഷോർട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ലോങ് വീഡിയോസ് അധികം ഇല്ല. കാരണം ലോങ് വീഡിയോസ് അങ്ങനെ കാണാൻ ആൾക്കാരില്ല എന്നുള്ളത് മാത്രമല്ല, ഷോർട്ട് വീഡിയോസാണ് ഇപ്പോൾ അധികം ആൾക്കാർ കാണുന്നതും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലോങ് വീഡിയോ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫുള്ള് കോമഡിയും ഫണ്ണിയും അല്ലേ, ഫണ്ണി എലമെൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോസാണ് മിക്കവാറും എൻ്റെ വരുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം ആൾക്കാരും എൻ്റെ ഈ ഫണ്ണി വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും. മനസ്സിലായത്? കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഫണ്ണി ഭയങ്കര ഇഷ്ടമാണ്, കോമഡി ഇഷ്ടമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പല കോപ്രായങ്ങളും കോമഡികളൊക്കെ കാണിക്കും. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സാണ് കൂടുതലുള്ളതും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുന്നും കുറേ വിഷയങ്ങളുണ്ടായിരുന്നു, അതിനെ പ്രതികരിക്കാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നും കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിനെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലത്തെ ഒരു വിഷയമാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയാൻ വയ്യ, അദ്ദേഹത്തിനെ കൊന്നു എന്ന് എനിക്ക് പറയാം. അതാണ് ഒന്നും നല്ലത്. എന്തിനു വേണ്ടി? എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ആ ബസ്സിൽ വന്ന് കയറിയതോ, അതോ നീ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അയാൾ മുന്നേ വന്ന് പെട്ടതോ? ഒരു പെണ്ണ് കാരണം ഒരു വ്യക്തിയുടെ ജീവിതം നഷ്ടപ്പെട്ടു. അതായത് ആ വീട്ടിലെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മക്കും ഒറ്റ മകന്, കോഴിക്കോട് മീൻചന്ത ഭാഗത്ത് എവിടെ എങ്ങോട്ട് വീട് തോന്നുന്നു. അപ്പോൾ അച്ഛനും അമ്മക്കും ഒറ്റ മകനായിരുന്നു. ഡൈവേഴ്സാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. എന്നാലും ഒരു വ്യക്തി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും ഇല്ലാത്തൊരു വ്യക്തി, ആ ഒരു വ്യക്തിയെ കൊന്നു എന്ന് തന്നെ പറയാം. എന്തിനു വേണ്ടിയിട്ട്? റീച്ചിന് വേണ്ടിയിട്ടോ? റീച്ചിന് വേണ്ടി വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പൊന്നെ പെണ്ണെ? പൊന്നൊന്നും പറയാൻ പറ്റില്ല, വൃത്തികെട്ട പെണ്ണെ. എത്ര കാര്യങ്ങൾ വേറെ ഉണ്ട് റീച്ചിന് വേണ്ടി ചെയ്യാൻ. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിപാടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ എന്തുണ്ടായി? അയാൾ മരിച്ചു, അയാളെ കൊന്നു. നിനക്ക് എന്ത് കിട്ടി? നിനക്ക് എന്ത് തേങ്ങയുടെ മൂട കിട്ടിയത് പെണ്ണെ? എന്താ കിട്ടിയത്? ഈ കണ്ട ആൾക്കാരൊക്കെ പ്രാക്ക് കിട്ടിയില്ലേ? നമ്മുടെ കണ്ണീരിൻ്റെ വില നീ അറിയേണ്ടി വരും. അതിൻ്റെ കണ്ണീര് വരുന്ന ഓരോ കണ്ണിൻ തുള്ളിയും അതിൻ്റെ വില നീ പറയേണ്ടി വരും. എന്തൊക്കെ ഞാൻ ഒരു ആണ് ആയതുകൊണ്ട് എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി. കാരണം ഇതിനെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടുന്നില്ല, എല്ലാവർക്കും കണ്ടിട്ടുള്ള പരിചയം. പിന്നെ ആ പെണ്ണിനെ വെറുതെ മുഖം കാണിക്കണമെന്ന് വെച്ചിട്ടാണ് വെറുതെ വീഡിയോ ഇടുന്നത്. പിന്നെ പക്ഷേ ഇയാൾ ദീപക് പറഞ്ഞ വ്യക്തി മരിക്കാനുള്ള കാരണം, ആ ഫസ്റ്റ് കണ്ട വീഡിയോ നിങ്ങൾ കണ്ടു, ആ വീഡിയോ ബസ്സിൽ ഒരു സെൽഫി എടുത്തിട്ട് ഒരു ഇരിക്കുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കണ്ട് പിന്നെ അതിനപ്പുറം തന്നെ പിന്നെ മേത്ത് ആ വീഡിയോ കണ്ടു തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആ വീഡിയോ കണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒരിക്കലും ആ വ്യക്തി ആ പെണ്ണിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഇവിടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി ചെല്ലുക, തട്ടിക്കോ മുട്ടിക്കോ എന്ന് പറഞ്ഞിട്ട്. അല്ല, ആ വീഡിയോ കണ്ട് അറിയാൻ പറ്റും. ഇനി കാണിക്കണം, ജസ്റ്റ് വേണമെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ കാണിക്കാം എനിക്ക്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ചിരിച്ചുകൊണ്ട് ആ സമയത്ത് അയാൾ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിനെയാണ് പ്രതികരിക്കേണ്ടത്? ഇങ്ങനെയാണോ? ചിരിച്ചുകൊണ്ട് നിൽക്കുക ചെയ്യുക. ആ സമയത്ത് ഇപ്പോൾ മഫ്താനി ആ പെണ്ണ് ചെയ്ത പോലെ ചെയ്യേണ്ടി വരും. അസാബാദ് പറഞ്ഞ അയാൾ ഓടിയില്ലേ, ബസ് ഇറങ്ങി ഓടിയില്ലേ? അയാൾക്ക് അസാബാദ് പറഞ്ഞ വ്യക്തി തണ്ടിയാണ്, വൃത്തികെട്ട. അവന് ഇതിൻ്റെ മുന്നിലും പിന്നിലും ഒരുപാട് പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് അയാൾക്ക്. അയാൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഇനിയും ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി അത് അങ്ങനെ ഒരു വൃത്തികെട്ട വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാളിന് കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? പെണ്ണിൻ്റെ പേര് മഫ്താനിയോ അങ്ങനെ എന്തോ ഒരു പെണ്ണായിരുന്നു അല്ലേ? വെറൈറ്റി മീഡിയയിൽ അയാളും കണ്ട് വർക്ക് ചെയ്യുന്നത്, അറിയില്ല, പേരും മറന്നുപോയി. മസ്താനി അങ്ങനെ മസ്താനി തോന്നുന്നു. അപ്പോൾ അതിന് ഭാഗത്ത് തക്കതായിട്ടുള്ള ന്യായമുണ്ട്, ആ വീഡിയോക്കുള്ള തെളിവുണ്ട് അവിടെ. പക്ഷെ ഇവിടെ എന്താണുള്ളത്? ഇവിടെ എന്ത് തേങ്ങയുടെ മൂടുള്ളത്? എന്ത് തേങ്ങയുള്ളത് ഇവിടെ തെളിവിനുള്ളത്? ഒരു തേങ്ങയില്ല. എന്നിട്ട് വെറുതെ കൊണക്ക കയറുന്നിട്ട്. പക്ഷേ ഇയാൾ മരിക്കാനുള്ള കാരണം പറഞ്ഞില്ലല്ലോ. ഈ വീഡിയോ കണ്ടിട്ടല്ല ഇയാൾ മരിക്കാനുള്ള കാരണം. ഇയാൾ മരിക്കാനുള്ള കാരണം ഇത് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് വേറെ വീട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ കാണിക്കില്ല, ആ വീഡിയോ ആണെങ്കിൽ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ?
അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ടാണ് അയാൾ ശരിക്കും മനം നൊന്ത് അയാൾക്ക് വിഷമായിട്ട് അയാൾ ടെൻഷനായിട്ട് അയാൾ പിരിമുറുക്കത്തിൽ പെട്ടിട്ട് മരിച്ചു പോയത്. ഒരിക്കലും ചെയ്യരുത്. സൈക്കോളജിസ്റ്റ് എന്ത് തേങ്ങ സൈക്കോണ് സൈക്കോളജിസ്റ്റ് അല്ല, സൈക്കോ. ഒരാളിനെ എങ്ങനെ ബിഹേവ് ചെയ്യാൻ അറിയില്ല, എന്നിട്ട് വലിയ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് വലിയ ആരാ സൈക്കോളജിസ്റ്റ്. അത്ര സൈക്കോളജിസ്റ്റ് യൂട്യൂബിൻ്റെ പോളിസിയിൽ ശരിയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ തരുമെന്നും പറയാം. എനിക്ക് എൻ്റെ വായിൽ നല്ല തരും. പിന്നെ നമ്മുടെ ഫാമിലീസ് ആൾക്കാർക്ക് കാണുന്നൊരു ഉള്ളതുകൊണ്ടാണ് പിന്നെ എനിക്ക് എൻ്റെ വായിൽ പൊടിച്ച് തെറിയാ വരുന്നത്. ഞാനൊരു കോമാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭംഗിയായിട്ടൊക്കെ അവതരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത്. പക്ഷേ പ്രതികരിക്കേണ്ടി വന്ന് പ്രതികരിക്കും. ഒരാളാണ് ഞാനും. ഇനി എനിക്കൊരു മോശം അനുഭവം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ആരും ചോദിക്കാൻ വരിക? ഇവിടെ ഒരാളും ചോദിക്കാൻ വരില്ല. അത പ്രശ്നം. ഈ പെണ്ണല്ലേ, ആരും ചോദിക്കാൻ വരില്ല. പെണ്ണത്ര പെണ്ണ്. മറ്റുള്ള പെണ്ണുങ്ങൾക്കും കൂടി അപമാനം വരുത്താൻ വേണ്ടി നശിച്ച ജന്തു. പോയി ചത്തൂറി എനിക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട്. പെണ്ണത്ര പെണ്ണ്. പെണ്ണുങ്ങളായ ഇത്തിരി അന്തസ്സും അഭിമാനവും അല്ലെങ്കിൽ ഒരു താഴ്മയൊക്കെ വേണോ? ഇതിനെന്ത് തേങ്ങ ഉള്ളത്? അവൾ ഇനിപ്പെട്ട് നിനക്ക് ഇനി പറ്റുമല്ലോ. ഞാൻ കാരണം പ്രതികരിക്കേണ്ട സമയം വൈകിപ്പോയി. ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ എത്ര പേരാ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുപോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച്. ഒക്കെ അതിനെതിരായിട്ടാണ്. എന്താ പേര് പേരൊന്നും പറയാനൊക്കെ താല്പര്യമില്ല. ഏതോ ഇനി നോക്കിക്കോ, ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നീ അനുഭവിക്കും. ആ നമ്മുടെ കണ്ണീര് ഇവിടെ അയാളുടെ മേഘത്ത് അല്ലെങ്കിൽ ആ ദീപകിൻ്റെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ, ആ മരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണീര് ആ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും. ഓരോ സെക്കൻഡും അനുഭവിക്കും. നോക്കിക്കോളൂ. അത് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലുള്ള ഒരുവിധം ആൾക്കാർ, ജനങ്ങൾ മുഴുവനും ദീപകിന് സപ്പോർട്ടാണ്. എനിക്ക് ദീപക് ആ പാവം വ്യക്തി അതൊന്നും കണ്ടിരുന്നെങ്കിൽ, കാരണം ഈ മരിക്കുന്നതിൻ്റെ മുന്നേ എത്ര ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണ്, അയാളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒരുപാടുണ്ടായിരുന്നു. ഒന്ന് കണ്ടിരുന്നെങ്കിൽ അയാൾ ഇത് ചെയ്തില്ലായിരുന്നു. ഒന്നും പറയാനില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ വളരെ 150% എനിക്ക് യോജിപ്പാണ് ആ കാര്യത്തിൽ. പുരുഷ കമ്മീഷൻ വേണം. പുരുഷന്മാർക്കും ഇവിടെ ജീവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ആടുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെ കട്ടിൽ കിടന്ന് ആടുക. ഞാൻ കട്ടിലിരിക്കുകയാണ്, കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുക. അതാണ് ഈ കട്ടിൽ കിടന്ന് ആടുന്നത്. ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഞാനിപ്പോഴും മുഖത്ത് ചെറിയൊരു ചിരി വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതികരിക്കുമ്പോഴും. കാരണം ഇതിൻ്റെ അപ്പുറം എന്തിന് മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള പ്രാപ്തിയുള്ള ഒരു പെണ്ണല്ലത്. എന്നിട്ട് സൈക്കോളജിസ്റ്റ് അത്ര എന്ത് തേങ്ങ പോലെ ഇവിടെ പഠിച്ചു കാണാവോ? ഇവളുടെ കൂടെ ഒരു മനുഷ്യന് പോകരുത്. എന്താ പറയാൻ സൈക്കോളജിസ്റ്റ് അത്ര എന്ത് മാനത്തെ കൊട്ടാരത്തിലുള്ള പെണ്ണാണോ അത്? സൈക്കോളജിസ്റ്റ് അത്ര എന്ത് തേങ്ങയാണ് സൈക്കോളജിസ്റ്റ് ആണോ അത്? എനിക്കറിയില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് 150% യോജിപ്പാണ്. കാരണം പുരുഷ കമ്മീഷൻ വേണം. ഞാനൊക്കെ എങ്ങനെ ഒരു ബസ്സിൽ കയറിയിട്ട് എങ്ങനെ പോകും? ഒരു ബസ്സിൽ കയറിയിട്ട് എങ്ങനെ പിടിക്കാണ്ട് പോകേണ്ടി വരും. ഇപ്പോൾ കമ്പി പിടിക്കാൻ പറ്റില്ല. എങ്ങാനും ഒരു പെണ്ണ് വന്നിട്ട് കമ്പിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തൊട്ടെന്നായി. ഇനി എങ്ങനെ ഒരു പുരുഷൻ ബസ്സിൽ കയറി പോവുക? ഏതെങ്കിലും വൃത്തികെട്ട പെണ്ണുങ്ങൾ വന്നിട്ട് ഇതേപോലെ വീട് കൊടുത്തു കഴിഞ്ഞാൽ പേടിച്ചിട്ടല്ല ഞങ്ങൾ ആണുങ്ങളിങ്ങനെ പറയുന്നത്. പെണ്ണുങ്ങളെ പേടിച്ചിട്ടല്ല. കാരണം സമൂഹത്തിൽ നമ്മുടെ നിലയും വിലയും നമ്മുടെ കുടുംബത്തിൻ്റെ വില നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. കാരണം എനിക്കത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ബസ്സിൽ കയറി, ആ ബസ്സിൽ കയറി ഏതെങ്കിലും പെണ്ണ് ഇതുപോലെ ചെയ്തിട്ട് സെൽഫി എടുത്തിട്ട് എൻ്റെ കയ്യോ കാലോ എന്തെങ്കിലും മേത്തോടെ തട്ടി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വരുന്ന പ്രശ്നം എനിക്ക് മാത്രമല്ല വരുന്നത്. സമൂഹത്തിനും ആ കമ്മ്യൂണിറ്റിക്കും ആ സമൂഹത്തിനും ആ കുടുംബത്തിനും ആ നാട്ടിലുള്ള ആൾക്കാർക്ക് മൊത്തത്തിൽ പെടും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പേടിച്ചിട്ടില്ലെന്ന് പറയുന്നത്. കാരണം കുടുംബത്തിലുള്ള ആൾക്കാർ കൊടുക്കും, നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ വേറെ തരത്തിലുള്ള കാണും. അതൊക്കെ അറിഞ്ഞിട്ടാണ്. അല്ലാണ്ട് ആ പെണ്ണിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ വലിയ ഇതായിട്ടൊന്നും അല്ല. ഇപ്പോൾ അവൾ അനുഭവിക്കും. എണ്ണിക്കും ഓരോ സെക്കൻഡും അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇനി അതാ ഇപ്പോൾ ഓരോ വിഷയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ കല്ലെറിഞ്ഞെന്നോ, നാട്ടുകാർ രംഗത്തിറങ്ങിയെന്നോ, പിന്നെ അങ്ങനെ എന്തൊക്കെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഭർത്താവ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇറങ്ങട്ടെ. നീ ഒരു ഭർത്താവാണോ ഈ ഒരു പെണ്ണിനൊക്കെ പോയിട്ടാണ്? പോട്ടെ വെക്കുക. അല്ലാണ്ട് ഇങ്ങനത്തൊക്കെ ഇവിടെ നമുക്ക് ഭൂമിയിൽ വേണ്ട. പോട്ടെ ഇങ്ങനത്തൊക്കെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്തായാലും ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എന്തായാലും മരിച്ച ദീപകിന് പോയി, ആ അമ്മക്കും അച്ഛനും ആരും ഇല്ലാതായി പോയി. ദൈവസായ ശ്രദ്ധിക്കുന്നപ്പോൾ വൈഫിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ പോയി. എന്തായാലും ഒന്നുമല്ല ഈ പ്രതികരണം. ഇതൊന്നും പറഞ്ഞാൽ പോരാ. പക്ഷേ നമ്മളൊക്കെ നല്ല കുടുംബത്തിലും പിറന്ന കാരണം കൊണ്ട് നമുക്ക് തെറിയെന്ന് പറയാൻ പറ്റുന്നില്ല.
പക്ഷേ ഇത്രയെങ്കിലും പറയില്ലെങ്കിൽ, ഇത്രയെങ്കിലും എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാ പറഞ്ഞു നിൽക്കുന്നത്. പുരുഷ കമ്മീഷൻ വേണം, അതിൽ ഞാനും യോജിക്കുന്നു. ഇതിൽ രാഹുൽ ഈശ്വറിൻ്റെ ഒപ്പം ഞാനും ഉണ്ട്. കാരണം രാഹുൽ ഈശ്വറിൻ്റെ പല കാര്യത്തിലും എനിക്ക് യോജിപ്പുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് 150% എനിക്ക് യോജിപ്പാണ്. ഓക്കെ, എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.